നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ഷാഫി അലി ഖാൻ. ഞാൻ കിംസ് ഹെൽത്ത് തിരുവനന്തപുരത്തെ സീനിയർ കൺസൾട്ടൻറ്റ് സർജൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് റോബോട്ടിക് സർജറി എന്നുള്ള ഒരു നൂതനമായ സാങ്കേതിക വിദ്യയെക്കുറിച്ചാണ്. അതുപോലെ ഈ റോബോട്ടിക് സർജറിയുടെ അഡ്വാൻറ്റേജസ്. റോബോട്ടിക് സർജറി ഇന്ന് കൂടുതലായിട്ട് പല ശസ്ത്രക്രിയാ രംഗങ്ങളിലും ഉപയോഗിച്ചു വരുന്നുണ്ട്. ആദ്യമേ റോബോട്ടിക് സർജറിയെക്കുറിച്ച് ഒരു കാര്യം പറയാം. അതായത് ഇതിൽ റോബോട്ടല്ല സർജറി ചെയ്യുന്നത്, ശസ്ത്രക്രിയ വിദഗ്ധൻ തന്നെയാണ്. ഒരു സർജൻ്റെ നിയന്ത്രണത്തിലാണ് ഈ റോബോട്ട് ശസ്ത്രക്രിയ ചെയ്യുന്നത്. റോബോട്ടിക് സർജറി ഇന്ന് എല്ലാ മേഖലകളിലും വ്യാപിച്ചു വരുന്നുണ്ട്. അതിസങ്കീർണമായ ശസ്ത്രക്രിയകൾ, ക്യാൻസർ ശസ്ത്രക്രിയകൾ. അതിൽ ജനറൽ സർജറി എടുക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ പ്രയാസമുള്ള ഹെർണിയ ഓപ്പറേഷനുകൾ, അതുപോലെ തന്നെ കുടൽ സംബന്ധമായിട്ടുള്ളത്, ഗോൾ ബ്ലാഡർ സർജറീസ്, അപ്പൻഡിക്സ് സർജറീസ് മുതലായ സർജറിയാണ് കൂടുതലായിട്ട് ചെയ്തു വരുന്നത്. റോബോട്ടിക് സർജറിയുടെ ഉപയോഗമെന്ന് പറഞ്ഞാൽ, ഒന്ന്, ചെറിയ ദ്വാരങ്ങളിൽ കൂടെ സർജറി നടത്തുന്നത് കൊണ്ട് തന്നെ രോഗിക്ക് മുറിവുകൾ ചെറുതായിരിക്കും. അതുകൊണ്ട് തന്നെ രക്തസ്രാവത്തിൻ്റെ സാധ്യത കുറവാണ്, വേദന കുറവായിരിക്കും. രോഗി പെട്ടെന്ന് തന്നെ സുഖം പ്രാപിച്ച് വീട്ടിലേക്ക് മടങ്ങുകയും ജോലിയിലേക്ക് മടങ്ങുകയും ചെയ്യാൻ പറ്റും. രണ്ടാമത് ഉള്ള പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, വളരെ പ്രിസിഷനായിട്ട്, അതായത് സൂക്ഷ്മതയോടുകൂടി അതിസങ്കീർണമായ ശസ്ത്രക്രിയകൾ നടത്താൻ സാധിക്കും. ഇതിൻ്റെ വിഷൻ എന്ന് പറയുന്നത് 3D വിഷനാണ് റോബോട്ടിക് സർജറിയിലുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ലൈറ്റും ആ ഒരു ശസ്ത്രക്രിയ ചെയ്യുന്ന ആ സ്ഥലം നമുക്ക് വ്യക്തമായിട്ട് തെളിഞ്ഞ് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ശസ്ത്രക്രിയ സേഫായിട്ട് നടത്താൻ സാധിക്കും. വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു സർജൻ്റെ കൈകളിലെ ചെറിയ വിറയലും, അതുപോലെ തന്നെ ഉപകരണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന ഷേക്ക് വരുന്നതും, അതെല്ലാം ഈ റോബോട്ടിക് യന്ത്രം അതെല്ലാം കൺട്രോൾ ചെയ്യും. അതുകൊണ്ട് തന്നെ വളരെ പ്രിസിഷനോടുകൂടി സർജറി നടത്താൻ സാധിക്കും. റോബോട്ടിക് സർജറിയുടെ ചില ന്യൂനതകളും ഉണ്ട്. അതായത് എല്ലാ ശസ്ത്രക്രിയ പോലെ തന്നെ ഇതിനും ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം. എന്നാൽ അത് താരതമ്യേന കുറവായിരിക്കും ഈ പ്രിസിഷനായിട്ട് ചെയ്യുന്നത് കൊണ്ട്. രണ്ടാമത്തേത് കോസ്റ്റാണ്. ഇന്ന് ഈ റോബോട്ടിക് സാങ്കേതിക വിദ്യ നമ്മുടെ നാട്ടിൽ കൂടി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചിലവ് അല്പം കൂടുതലാണ്. ഭാവിയിൽ അത് കുറഞ്ഞേക്കാം. വേറൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ, എല്ലാ ആശുപത്രികളിലും ഇത് ലഭ്യമല്ല, ഒന്ന്. അതുപോലെ തന്നെ ഇതിനായി പ്രത്യേക ട്രെയിനിങ് ഉള്ള സർജന്മാർ ആവശ്യമാണ്. അതുപോലെ റോബോട്ടിക് സർജറി എല്ലാ ശസ്ത്രക്രിയകൾക്കും ഉപയോഗപ്പെടുത്താൻ സാധിക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ റോബോട്ടിക് സർജറി ആവശ്യമാണോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് ഒരു സാങ്കേതിക വിദ്യയല്ല, രോഗിയുടെ രോഗാവസ്ഥയും അതുപോലെ തന്നെ ഒരു വിദഗ്ധനായ സർജൻ്റെ നിർദ്ദേശപ്രകാരമാണ് റോബോട്ടിക് സർജറി നിങ്ങൾക്ക് അനുയോജ്യമാണോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത്. നന്ദി, നമസ്കാരം.